അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പ്രതാപൻ ജയിച്ച വളരെ ലീഡൊക്കെ കിട്ടിയ ഈ പ്രദേശങ്ങളിൽ ഈ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ പകുതിയിൽ താഴെ വോട്ട് മാത്രമാണ് UDF കിട്ടിയിട്ടുള്ളത്. അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടിന്റെ 46% വോട്ട് മാത്രമേ ഈ നാട്ടിക പഞ്ചായത്തിൽ നിന്ന് മുരളീധരന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ തീരദേശ മേഖലയിൽ വലിയ സംഘടിതമായിട്ട് താമസിക്കുന്ന അരയ സമുദായം, മുക്കുവ വിഭാഗം എല്ലാ ഘട്ടവും അത് വലിയ തരത്തിൽ UDF പോവാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് TN പ്രതാപൻ മത്സരിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിന് വലിയ ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പ്രാവശ്യം സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായപ്പോൾ അരയ സമുദായത്തിന്റെ വോട്ട് അത് പൂർണ്ണമായിട്ടും സുരേഷ് ഗോപിക്ക് തന്നെ ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കാമല്ലോ? പൂർണ്ണമായും ലഭിച്ചു എന്നുള്ളത് നമ്മൾ അരാഷ്ട്രീയവാദമാവും അത്. കാരണം രാഷ്ട്രീയപരമായി കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരു കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ TN പ്രതാപന് പോലും ഈ നാട്ടിക പഞ്ചായത്തിൽ TN പ്രതാപന് കഴിഞ്ഞ ഇലക്ഷനും